ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിക്കാം. മാറ്ററിൻ്റെ 4 രൂപങ്ങളാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, പിന്നെ പ്ലാസ്മ. ഇതിനാണ് നമ്മൾ 4 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അതിൽ സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആറ്റംസ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ കൈനറ്റിക് എനർജി വളരെ കുറവായിരിക്കും. ഇനി കണ്ടക്ടിവിറ്റിക്ക് അനുസരിച്ച് സോളിഡ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും സെമി കണ്ടക്ടേഴ്സ് എന്നും. സ്വാഭാവികമായിട്ടും കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ആവാം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആവാം. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി തീരെ കുറവായിരിക്കും. സെമി കണ്ടക്ടറുകളിൽ കണ്ടക്ടിവിറ്റി മോഡറേറ്റ് ആയിരിക്കും. അത്ര കണ്ടക്ടിവിറ്റി ഉണ്ടാവുകയുമില്ല. കണ്ടക്ടേഴ്സിൻ്റെ അത്രയും കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. ഇൻസുലേറ്റേഴ്സിൻ്റെ അത്ര കണ്ടക്ടിവിറ്റി കുറവുമല്ല. അതാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് എക്സാമ്പിൾസ് ചോദിക്കും. കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ, ഇൻസുലേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ, സെമി കണ്ടക്ടറുകളുടെ എക്സാമ്പിൾ. കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് മെറ്റൽസ് ഏതും കണ്ടക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഗോൾഡ്, ബ്രോൺസ്, സിൽവർ, മെർക്കുറി, കോപ്പർ ഇവയെല്ലാം നമുക്ക് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് റബ്ബർ പറയാം, വുഡ്സ് പറയാം, പേപ്പർ പറയാം, സെറാമിക് പറയാം, പല നമുക്ക് പോർസിലിൻ, ഫ്യൂസൊക്കെ ഉണ്ടാകുന്ന പോർസിലിൻ, ഇങ്ങനെ പലതരം സാധനങ്ങൾ നമുക്ക് ഇൻസുലേറ്ററിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഈ സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടറാണ് സിലിക്കൺ, ജെർമാനിയം സെമി കണ്ടക്ടറാണ്, ഗാലിയം ആർസനൈഡ് സെമി കണ്ടക്ടറാണ്. ഇതിലെ ഗാലിയം ആർസനൈഡിനെ കുറിച്ച് ഒരുപാട് വട്ടം എൻട്രൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, എനർജി ബാൻഡ് തിയറി. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഡാൾട്ടൻസ് അറ്റോമിക് തിയറി, ബോർ അറ്റോമിക് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ബോർ തിയറി അനുസരിച്ച് ആറ്റത്തിൻ്റെ ഷെല്ലിൽ ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് എനർജി ലെവൽസ് ഉണ്ട്. അതായത് ഒരുപാട് എനർജി ലെവലുകൾ കാണാൻ സാധിക്കും. ആറ്റംസിൻ്റെ ഷെല്ലുകൾ എനർജി ലെവലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ എനർജി ലെവലുകൾ അതിൽ കാണും. എനർജി ബാൻഡ് തിയറി പറയുന്നത് ഷെല്ലുകൾ, അതായത് ആറ്റത്തിൻ്റെ ഷെല്ലുകൾ 3 ബാൻഡുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഒന്ന് വാലൻസ് ബാൻഡ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, കണ്ടക്ഷൻ ബാൻഡ്. ഇതിൽ വാലൻസ് ബാൻഡിനെയും കണ്ടക്ഷൻ ബാൻഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു എനർജി ലെവലാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ബാൻഡ് എന്ന് പറയും. ഇനി എന്താണ് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് എനർജി ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് വാലൻസ് ബാൻഡിൽ നിൽക്കുന്ന ഇലക്ട്രോണുകളെ ലിബറേറ്റ് ചെയ്യണമെങ്കിൽ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ആഡ് ചെയ്യേണ്ടി വരും. സോ അതിന് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇത് ഇത്രയും എനർജി, അതായത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് അത്രയും എനർജി നമ്മൾ ഇലക്ട്രോണിന് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എക്സൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നോർമലി ഇരിക്കുന്നതിനാണ് നമ്മൾ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ ഇതിലേക്ക് നമ്മൾ എനർജി കൊടുക്കുകയാണെങ്കിൽ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ചാടും. അതായത് വാലൻസ് ബാൻഡിൽ നിൽക്കുന്ന ഇലക്ട്രോണുകൾക്ക് നമ്മൾ എനർജി കൊടുക്കുകയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടും. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നതിനെ തടയുന്ന ഒരു എനർജി ലെവലാണ് ഈ ഫോർബിഡ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്, ഫോർബിഡ് ചെയ്യുന്ന എനർജി ഗ്യാപ്പ്. അതായത് ഇത്രയും എമൗണ്ട് എനർജി കൊടുത്താൽ മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടത്തുള്ളൂ. ഇതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഇനി സിലിക്കൺ, ജെർമാനിയം, ഗാലിയം ആർസനൈഡൊക്കെയാണ് നമ്മൾ കോമൺലി കാണപ്പെടുന്ന സെമി കണ്ടക്ടറുകൾ. അതിൻ്റെയൊക്കെ ഫോർബിഡൻ എനർജി ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിലിക്കണിന് ഇപ്പോൾ 1.12 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കൂടുതൽ എനർജി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടും. അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇനി എനർജി ബാൻഡ് തിയറി അനുസരിച്ച് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കും. ഇവിടെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അത് കൺസിഡർ ചെയ്യേണ്ട അത്ര എമൗണ്ട് പോലും ഇല്ല. അതുകൊണ്ടാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്, വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ വാലൻസ് ബാൻഡിൽ കിടക്കുന്ന ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടാൻ വളരെ എളുപ്പം സാധിക്കും. ഇതാണ് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് കണ്ടക്ടിവിറ്റി കൂടുതൽ. ഇനി ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു വലിയ ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 5 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ വരും. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇത് ചിലത് കൂടുതലുണ്ടാവാം, ഇതിന് തൊട്ട് താഴെ കുറവുണ്ടാവാം. 3 ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെ പറഞ്ഞാലും അത് ഇൻസുലേറ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. 7 ഇലക്ട്രോൺ വോൾട്ട് ആണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും അത് ഇൻസുലേറ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി സെമി കണ്ടക്ടറുകളുടെ പ്രത്യേകത ഒരു ചെറിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ടാവും. അത് 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 0.7 എന്നൊക്കെ പറയുന്ന ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി ഗ്യാപ്പ് എങ്കിൽ നമുക്കതിനെ സെമി കണ്ടക്ടറിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഞാനിത് പറയാൻ കാര്യം, ഈ സാധാരണഗതിയിൽ എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ഒരു വാല്യൂ തരും. അതായത് ദി എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് 7 ഇലക്ട്രോൺ വോൾട്ട്. അത് ഏതാണെന്ന് ചോദിക്കും. ഇൻസുലേറ്റർ ആണോ കണ്ടക്ടർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വാല്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റണം. അതിപ്പോൾ 0.7 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ അത് സെമി കണ്ടക്ടർ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. 5 ഇലക്ട്രോൺ വോൾട്ടോ 3 ഇലക്ട്രോൺ വോൾട്ടോ, അതായത് 1ന് താഴെയോ ഒക്കെ വരുന്നത് മിക്കവാറും സെമി കണ്ടക്ടർ. 1ന് താഴെ അല്ലെങ്കിൽ അത് 1 എങ്ങനെ നോക്കിയാലും ഒരു 3 ഇലക്ട്രോൺ വോൾട്ടിന് താഴെയാണെങ്കിൽ അത് സെമി കണ്ടക്ടർ ആയിരിക്കും. 5 ഇലക്ട്രോൺ അറൗണ്ട് 5 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 7 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ വരുവാണെങ്കിൽ വാല്യൂ കൂടി നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും അത് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇത് വെച്ച് നമ്മളത് കണ്ടുപിടിക്കണം. അടുത്തതായി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറുകളെ പറയുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതായത് അതിൽ നമ്മൾ കൃത്രിമമായി ഒന്നും ചെയ്യുന്നില്ല. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ. ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്യാത്ത സെമി കണ്ടക്ടർ. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്, പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഇതൊന്നും ആഡ് ചെയ്യാത്ത സെമി കണ്ടക്ടറുകളെ പറയുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതിൽ ഡോപ്പിംഗ് ആബ്സെന്റ് ആയിരിക്കും. ഇനി അടുത്ത് സെമി കണ്ടക്ടറുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു 4 ഇലക്ട്രോണിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലാറ്റിസ് സ്ട്രക്ചർ കാണാം. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സെമി കണ്ടക്ടറിൻ്റെ ലാറ്റിസ് സ്ട്രക്ചർ. ഇത് നമുക്ക് കാണാൻ പറ്റും. ഓരോ സിലിക്കൺ ആറ്റവും തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനാണ് ഇലക്ട്രോൺ ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ടിനെ പറയുന്നതാണ് കോവാലന്റ് ബോണ്ട്. കാണാൻ പറ്റും, ഈ സിലിക്കൺ ആറ്റം കാണാൻ പറ്റും. തൊട്ടടുത്തുള്ള ഇതിന് 8 ഇലക്ട്രോൺസ് വേണം ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റംസുമായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കേണ്ട ഇലക്ട്രോൺസ് ആണ്. ഇവിടെ നിന്ന് ലാറ്റസ്റ്റിൽ ചിലപ്പോൾ നമുക്കറിയാം ഇംപെർഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാതെ കുറച്ച് മാറിയൊക്കെ പോകും. ഇതിനാണ് ഇംപെർഫെക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ട ഇലക്ട്രോൺ ആയിരുന്നു, അപ്പോൾ ഇത് മാറി നിൽക്കുന്നു. അപ്പോൾ ഈ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഇരിക്കാത്ത ഇലക്ട്രോൺസ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയും. കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാതെ മാറി നിൽക്കുന്നത് ഇതിനെ ഫ്രീ ഇലക്ട്രോൺ എന്ന് നമ്മൾ പറയും. ഇനി അടുത്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകതയാണ് 0 കെൽവിനിൽ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് പെർഫെക്റ്റ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനുള്ള പ്രധാന കാരണം ഫ്രീ ഇലക്ട്രോൺസുകളുടെ ആബ്സെൻസ് ആണ്. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറുകളിൽ ഫ്രീ ഇലക്ട്രോൺസ് ആബ്സെന്റ് ആയിരിക്കും. അടുത്ത പ്രത്യേകത, നേരത്തെ അബ്സല്യൂട്ട് 0യുടെ കാര്യം പറഞ്ഞു. ഇനി റൂം ടെമ്പറേച്ചറുകളിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും തുല്യമായിരിക്കും. ഇത് മറക്കരുത്. അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. ഹോളുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം റൂം ടെമ്പറേച്ചർ തുല്യമായിരിക്കും. അടുത്ത പ്രത്യേകത എന്നാൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഇലക്ട്രോണുകൾ ലിബറേറ്റ് ചെയ്യപ്പെടും കണ്ടക്ഷൻ ബാൻഡിലേക്ക്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ ഒരു പ്രത്യേകത അതാണ്. സാധാരണ നമ്മൾ മെറ്റൽസിലൊക്കെ ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഇവിടെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇതിനാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. സെമി കണ്ടക്ടറിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സാധാരണ മെറ്റൽസിലൊക്കെ ആണെങ്കിൽ, കണ്ടക്ടേഴ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുന്നു, അതിലൂടെ കണ്ടക്ടിവിറ്റി കുറയുന്നു. ഈ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക. കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കുറയുന്നു. സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് റെസിസ്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷൻ ആണ്. കണ്ടക്ടേഴ്സിൽ കണ്ടക്ടിവിറ്റി കുറയും, ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ടിവിറ്റി കൂടും. ഇതിനെ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്
ഈ സെമി കണ്ടക്ടേഴ്സിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറുകളുടെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാറുണ്ട്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. സാധാരണഗതിയിൽ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സെമി കണ്ടക്ടറുകളെ പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അതായത് ഡോപ്പിംഗ് കഴിഞ്ഞ സെമി കണ്ടക്ടറുകളെ പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മൾ ഡോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബോണ്ട് ഒന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് കൂടുതൽ ചാർജ് കാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡോപ്പിംഗ് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്നുകിൽ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക. പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ആർസെനിക് ആവാം, ഫോസ്ഫറസ് ആവാം, ആന്റിമണി ആവാം. പെൻറ്റാവാലന്റ് എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ട് ഔട്ടർ മോഷനിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ട്രൈവാലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ടർ മോഷനിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഗാലിയം, ഇൻഡിയം, താലിയം, അലുമിനിയം എന്നൊക്കെ പറയുന്നതാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി.